എന്താണ് ജനാധിപത്യം അഥവാ ഡെമോക്രസി? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യമെന്ന് ഡെമോക്രസിയെക്കുറിച്ച് ഏറ്റവും ലളിതമായി അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ പറഞ്ഞു വെക്കുന്നുണ്ട്. രാജ്യഭരണത്തിൽ ജനങ്ങൾക്ക് പരമാധികാരം നൽകുന്നു എന്നതാണ് ജനാധിപത്യത്തിന്റെ പ്രത്യേകത. സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിലൂടെ നേരിട്ടോ അല്ലാതെയോ രാജ്യത്തെ ജനങ്ങൾക്ക് അധികാരം പ്രയോഗത്തിൽ വരുത്താവുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണിത്. രാഷ്ട്രീയവും ഭരണപരവുമായ സമത്വം ജനാധിപത്യം ഉറപ്പുവരുത്തുന്നു. അതായത് പൗരന്മാർക്കെല്ലാം തുല്യനീതിയാണ് ഈ ഭരണക്രമം ഉറപ്പുവരുത്തുന്നത്. ജനാധിപത്യത്തിൽ സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് സമ്പ്രദായമാണുള്ളത്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് ജനങ്ങളോടായിരിക്കണം വിധേയത്വം. സ്വാതന്ത്ര്യം, സമത്വം, ഭരണഘടന, നിയമനിർമ്മാണ സഭ, നിർവഹണ വിഭാഗം, നീതിന്യായം, പാർട്ടി സമ്പ്രദായം, ജനഹിതം തുടങ്ങിയവയെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായി നമുക്ക് കണക്കാക്കാം. പുരാതന ഗ്രീസാണ് ജനാധിപത്യ സമ്പ്രദായത്തിന് വിത്തുപാകിയതെങ്കിലും ക്രമേണ ലോകത്തിന്റെ പല ഭാഗത്തും ഇത് നടപ്പിലാക്കി പോന്നു. ഏകാധിപത്യവും സ്വാതന്ത്ര്യ നിഷേധവുമെല്ലാം ജനാധിപത്യത്തിന്റെ ജനനത്തിന് കാരണമായി എന്നാണ് കണക്കാക്കുന്നത്. ജോൺ ലോക്ക്, തോമസ് ജെഫേഴ്സൺ, റൂസോ തുടങ്ങിയ വിഖ്യാത ചിന്തകരെല്ലാം ആധുനിക ജനാധിപത്യ സമ്പ്രദായത്തിന് വേണ്ടി വാദിച്ചവരായിരുന്നു. അരിസ്റ്റോട്ടിൽ അടക്കമുള്ള പ്രാചീന ചിന്തകരാവട്ടെ നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ജനാധിപത്യത്തിന് പലവിധ നിർവചനങ്ങൾ നൽകിയിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ പാർലമെന്ററി ജനാധിപത്യവും 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും 1791 ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളുമെല്ലാം ജനാധിപത്യമെന്ന ആശയത്തിന് ബലമേകിയവയായിരുന്നു. എങ്കിലും 19-20 നൂറ്റാണ്ടുകളോടെയാണ് ലോകത്ത് ജനാധിപത്യം വ്യാപകമായി പ്രയോഗത്തിലായത്. ഗ്രീസിന് പിന്നാലെ പ്രാചീന റോമിലും ജനാധിപത്യ രീതിയിലുള്ള ഭരണം നിലവിൽ വന്നു. സമൂഹത്തിലെ ഉന്നതർക്കൊപ്പം സാധാരണ ജനങ്ങൾക്കും ഭരണത്തിൽ പങ്കുചേരാനും തങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കാനും അർഹതയുണ്ടായിരുന്നു. എന്നാൽ റോമിലെ ജനാധിപത്യം അധികകാലം നീണ്ടു നിന്നിരുന്നില്ല. തിരഞ്ഞെടുപ്പിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതി പണ്ട് ഇന്ത്യയിലടക്കം പ്രചാരത്തിലുണ്ടായിരുന്നു. AD 5 മുതൽ 11-ാം നൂറ്റാണ്ട് വരെ ഇംഗ്ലണ്ടിലെ പ്രബല ശക്തിയായിരുന്ന ആംഗ്ലോ സാക്സൺ വിഭാഗക്കാർക്കിടയിൽ നീതിമാന്മാരുടെ സഭ എന്നറിയപ്പെട്ട പൊതുസഭയാണ് ഭരണകാര്യങ്ങൾ നടത്തിയിരുന്നത്. സമൂഹത്തിലെ ഉന്നതർക്കൊപ്പം സാധാരണക്കാർക്കും അതിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പിലൂടെ ഭരണാധികാരികളെ തീരുമാനിക്കുന്ന രീതി അറബികൾക്കിടയിലും നിലനിന്നതായി ചരിത്രം പറയുന്നു. AD 7-ാം നൂറ്റാണ്ടിൽ അറേബ്യ ഭരിച്ചിരുന്ന ചില ഖലീഫമാരെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തതായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. AD 12-ാം നൂറ്റാണ്ടിനൊടുവിൽ തന്നിഷ്ടപ്രകാരം രാജ്യം ഭരിച്ച ഇംഗ്ലണ്ടിലെ ജോൺ രാജാവിനെതിരെ പ്രഭുക്കൾ രംഗത്ത് വന്നു. ഒടുവിൽ വോട്ടവകാശമുള്ള സഭയുടെ അനുവാദത്തോടെ മാത്രമേ ഭരണകാര്യങ്ങൾ നടപ്പിലാക്കാവൂ എന്ന് സമ്മതിക്കുന്ന രേഖ രാജാവ് ഒപ്പുവെച്ചു. 1215 ഒപ്പുവെച്ച ആ രേഖ മാഗ്ന കാർട്ട രേഖ എന്നാണ് അറിയപ്പെട്ടത്. ഭൂരിപക്ഷത്തിന്റെ സമ്മതത്തോടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പാർലമെന്ററി രീതിക്ക് തുടക്കം കുറിച്ചത് മാഗ്ന കാർട്ടയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 13-ാം നൂറ്റാണ്ടിലാകട്ടെ ലോകത്താദ്യമായി പാർലമെന്ററി വ്യവസ്ഥ പ്രാബല്യത്തിൽ വന്നു. ഇത് നടപ്പിലായത് ബ്രിട്ടനിലായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടനെ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്നു. പക്ഷെ ഇന്ത്യയിലടക്കം ജനാധിപത്യ നിഷേധങ്ങൾ നടത്തിയത് ഇതേ ബ്രിട്ടീഷുകാരായിരുന്നു എന്നത് നാം മറന്നുകൂടാ. ആദ്യകാലങ്ങളിൽ വോട്ടെടുപ്പുകൾ പരസ്യമായിട്ടായിരുന്നു നടന്നിരുന്നത്. പിന്നീട് ഇവ രഹസ്യമായി ചെയ്യാൻ തുടങ്ങി. പൊതു തിരഞ്ഞെടുപ്പുകളിൽ ഈ സീക്രട്ട് വോട്ടിംഗ് അഥവാ രഹസ്യ വോട്ടിംഗ് രീതി ആദ്യമായി ഉപയോഗിച്ചത് ഓസ്ട്രേലിയയിലായിരുന്നു. 1856 അവിടെ നടന്ന ലെജിസ്ലേറ്റീവ് കൗൺസിലേക്കുള്ള തിരഞ്ഞെടുപ്പിലായിരുന്നു സ്ഥാനാർത്ഥികളുടെ പേരെഴുതിയ ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് രഹസ്യ വോട്ടിംഗ് നടന്നത്. 1872 ബ്രിട്ടനിലും രഹസ്യ ബാലറ്റ് സമ്പ്രദായം നടപ്പിലാക്കി. 19-ാം നൂറ്റാണ്ടിനൊടുവിൽ അമേരിക്കയിലും ഓസ്ട്രേലിയയിലുള്ള അതേ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് ഇലക്ഷൻ നടന്നു. അതിനുശേഷമാണ് ഈ രീതിക്ക് ലോകത്താകമാനം പ്രചാരം ലഭിക്കുന്നത്. എന്താണ് ജനാധിപത്യമെന്നും എങ്ങനെയാണ് അത് ഉദ്ഭവിച്ചത് എന്നും ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.